ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കിങ് ഹെറൽഡിനെ ആരാണ് കൊന്നത് എന്നാണ്. നമുക്കറിയാം, അവസാനമായി ഇറങ്ങിയ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1155 നമ്മുടെ കിങ് ഹെറൽഡിനെ കാണിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരാൾ കൊല്ലുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരായിരിക്കും ശരിക്കും കൊന്നിട്ടുണ്ടാകുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങളെ വൺ പീസ് കാണുന്ന കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഹൈപ്പും കൂടെ ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിയേക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കിങ് ഹെറൽഡ് നമുക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ റോക്സുമായിട്ട് ഹാക്കി ക്ലാഷ് ചെയ്യുന്നത്. അത് നമ്മുടെ റോജറിൻ്റെ വൈറ്റ് ബീഡിൻ്റെ ഹാക്കി ക്ലാഷ് പോലെ ഉണ്ടെന്ന് അത് തന്നെ നമുക്ക് പറയുന്നതും കാണാം. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഹെറൽഡ് വളരെ പവർഫുൾ ആയിരുന്നു എന്നാണ്. ഞാൻ ഇതുവരെ വിചാരിച്ച് വെച്ചിരുന്നത് നമ്മുടെ മറ്റുള്ള ജയൻസിനെ പോലെ തന്നെ നമ്മുടെ ഹെറൽഡു അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു ജയൻ്റൊന്നും ആയിരിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ തെറ്റിയിട്ടുണ്ട്. നമ്മുടെ ഹെറൽഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ജയൻ്റാണ്. അതും പോരാഞ്ഞിട്ട് കോങ്കറർ ഹാക്കി കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹെറൽഡിനെ ആരായിരിക്കും കൊന്നത്? നമുക്ക് ഹെറൽഡിൻ്റെ മരണത്തിൻ്റെ ചെറിയൊരു സിലോത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കാണുന്നത് മറ്റുള്ള ജയൻസ് നമ്മുടെ ഹെറൽഡിനെ കൊന്നതാണ്. ആ ടൈമിലായിക്കോട്ടെ നമ്മുടെ ഇമൂസാമ നമ്മുടെ ഹെറൽഡിനെ ഒരു മോൺസ്റ്ററിലേക്ക് മാറ്റിയതും നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹെറൽഡിനെ നമ്മുടെ ഇമു അങ്ങനെ മാറ്റിയെന്ന് മാത്രമല്ല, കുറച്ച് ചെറിയ ജയൻസ് ചേർന്നാണ് നമ്മുടെ ഹെറൽഡിനെ കൊന്നിട്ടുള്ളത്. എന്നാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ കണ്ടത് വെറും ഒരു ലാസ്റ്റ് നമ്മുടെ ഹെറൽഡിനെ അവർ സ്റ്റാബ് ചെയ്യുന്നൊരു സീന് മാത്രമായിരിക്കും. അവരായിരിക്കില്ല മെയിനായിട്ട് ഹെറൽഡിനെ കൊന്നിട്ടുണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിച്ചാൽ എന്തായാലും നമ്മുടെ ഹെറൽഡിനെ അവിടെ നിന്ന് കൊല്ലാൻ കഴിയില്ല. കാരണം ഇമ്മോർട്ടാലിറ്റി കൊടുത്തതോടുകൂടി നമ്മുടെ ഹെറൽഡിന് കിട്ടിയിരിക്കുന്ന പവർപ്പ് എന്ന് വെച്ചാൽ വളരെ വലുതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെറൽഡ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ജയൻസിന് എന്തായാലും നമ്മുടെ ഹെറൽഡിനെ കൊല്ലാൻ പറ്റില്ല. അതിനർത്ഥം നമ്മുടെ ഹെറൽഡിനെ അവിടെ കൊന്നിരിക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ടോപ്പ് ടിയർ ക്യാരക്ടർ ആയിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമ തന്നെ നേരിട്ട് അവിടെ വന്നിരിക്കാം. പക്ഷേ അതിലും കൂടുതൽ ചാൻസ് ഉള്ളത് മറ്റാർക്കുമല്ല, നമ്മുടെ ഗാർലിംഗ് ഫിഗർലൻഡിനാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഗാർലിങ്ങിന് ഇപ്പോൾ നല്ല രീതിക്കുള്ള ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഗാർലിംഗ് തന്നെയായിരിക്കും നമ്മുടെ ഹെറൽഡിനെ കൊന്നിട്ടുണ്ടാകുക. നമ്മുടെ ഗാർലിങ്ങിന് കിട്ടാൻ പോകുന്ന ഹൈപ്പ് കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക ഇത് കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെറൽഡിനെ ചിലപ്പോൾ ഗാർലിംഗ് ആയിരിക്കും കൊന്നിട്ടുണ്ടാകുക. നമുക്കറിയാം, നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇമൂസാമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈവിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ നമ്മുടെ ഗാർലിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ ഒരു പക്ഷേ ഗാർലിംഗ് ആണ് നമ്മുടെ ഹെറൽഡിനെ കൊന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഗാർലിങ്ങിന് കിട്ടാൻ പോകുന്ന ഹൈപ്പും കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ലോക്കിക്ക് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ കൂടെ ചേർന്ന് നമ്മുടെ ഗാർലിങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യാനും പറ്റും, തൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ 5 എൽഡേഴ്സുമായിട്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഒന്നും കൂടെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓപ്പണൻസിനെ വെച്ച് നോക്കുമ്പോൾ സോറോ ഫേസ് ചെയ്യാൻ ചാൻസ് നമ്മുടെ നെസ്റ്റുറോനെയാണ്. അപ്പോൾ നമ്മുടെ ഗാർലിങ്ങിനെ ഫേസ് ചെയ്യാനെങ്കിൽ ഒരുത്തർ വേണ്ടേ? ഒരു പക്ഷേ നമ്മുടെ ഗാർലിങ്ങിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോക്കി ആയിരിക്കും. നമ്മുടെ ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗാർലിംഗ് ആയിരിക്കും ഹെറൽഡിനെ കൊന്നിട്ടുണ്ടാകുക. അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വൺ പീസ് കാണുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കാനും നിങ്ങളൊന്ന് ശ്രമിക്കുക. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.